ഭഗവാൻ ഇങ്ങനെയായിരിക്കണം. ഞാൻ ഭക്തൻ മഹാവീർ സിംഹിന്റെ മകൻ ശ്രീ കേഹർ സിംഹ്, ഗ്രാമം ഡരാണ, ജില്ല ജജർ, ഹരിയാനയിൽ താമസിക്കുന്നു. ആദ്യം ഞാൻ ശിവഭക്തനായിരുന്നു. എന്റെ കരളിനും കുടലിനുള്ളിലും പഴുപ്പുണ്ടായി. എന്റെ സഹോദരൻ മഹേന്ദ്ര സിംഗ് എന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. അതിനു മുൻപും കുറെ രൂപ ചിലവാക്കിയതായിരുന്നു. പക്ഷേ ഒരു പ്രയോജനവും ലഭിച്ചില്ല. മെഡിക്കൽ ചെക്കപ്പ്, അൾട്രാസൗണ്ട് നടത്തി 3 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഭക്ഷണവും ഉപേക്ഷിച്ചു. ആരോഗ്യസ്ഥിതി വളരെ മോശമായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 151. എന്റെ മൂത്ത സഹോദരൻ മഹേന്ദ്രൻ പറഞ്ഞു, നീ പോയി സന്ത് രാംപാലിന്റെ ഉപദേശം സ്വീകരിക്കൂ. അദ്ദേഹം പൂർണ്ണ പരമാത്മാവിന്റെ അവതാരമാണ്. കബീർ പരമേശ്വർ പൂർണ്ണ ബ്രഹ്മാണ്. ഞാൻ പറഞ്ഞു, ഭഗവാൻ ശിവന്റെ മുൻപിൽ നിങ്ങളുടെ കബീർ നെയ്ത്തുകാരന് എന്ത് ശക്തി? കബീർ ഒരു കവി, അദ്ദേഹം ഒരിക്കലും ഒരു ഭഗവാനല്ല. എന്റെ സഹോദരൻ മഹേന്ദ്ര സിംഹിന്റെ മകൻ കേഹർ സിംഹിന്റെ കുടുംബം തികച്ചും നശിച്ചുപോയതാണ്. സന്ത് രാംപാൽജി മഹാരാജനെ അഭയം പ്രാപിച്ചതിന് ശേഷം അവർ സുഖപ്പെട്ടു. ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. അവർ അതുവരെ ചെയ്തിരുന്ന എല്ലാ പൂജകളും നിർത്തി. എങ്കിലും സുഖമുണ്ട്. ഞാനും വിശ്വസിച്ചു. എന്നാൽ എനിക്ക് ഭഗവാൻ ശിവജിയേക്കാൾ അധികം ആരെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മൂത്ത സഹോദരന്റെ നിർബന്ധപ്രകാരം പൂർണ്ണ ബ്രഹ്മ കബീർദേവ്, കബീർ പരമേശ്വർ തന്നെയാണ്. ആ ശക്തിക്ക് മുൻപിൽ ബ്രഹ്മ, വിഷ്ണു, ശിവ, പരബ്രം എല്ലാം വെറും തുച്ഛമാണ്. എങ്ങനെയാണോ ദേശത്തിലെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മുൻപിൽ മറ്റ് ദേശീയ മുഖ്യമന്ത്രിമാരുടെ ശക്തി തുലോം ന്യൂനമായി തീരുന്നുവോ അതുപോലെയാണ്. ഈ വ്യത്യാസമാണ് പരമേശ്വർ കബീർ സാഹിബും ബ്രഹ്മ, വിഷ്ണു, ശിവ എന്നിവരുമായുള്ള വ്യത്യാസം. ഇനി ബാക്കിയൊക്കെ നീ തന്നെ തീരുമാനിക്ക്. രണ്ടുപേരുമായി അജഗജാന്തരമുണ്ട്. സന്ത് രാംപാൽ മഹാരാജ് എല്ലാ ഗ്രന്ഥങ്ങളും ഗഹനമായി പഠിച്ച് ഭക്തിശക്തിയിൽ സ്വാനുഭവം പ്രാപിച്ച ആളാണ്. അതുകൊണ്ടാണ് തന്റെ ജോലി ഉപേക്ഷിച്ച് ഭക്തിയുടെ മൈതാനത്തിലേക്ക് എടുത്തു ചാടിയത്. ഇന്ന് അദ്ദേഹം എല്ലാ സന്ത് മഹൻ ഗുരുക്കന്മാരെ പിന്നിലാക്കിയിരിക്കുന്നു. എല്ലാ സന്യാസിമാരെയും, അതായത് ദയാനന്ദ മഹർഷിയെ പോലും ലേഖനത്തിൽ കൂടി തോൽപ്പിച്ചു. വർത്തമാന പത്രങ്ങളിൽ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ആര്യ സമാജത്തിലെ വെറും സാധാരണക്കാർ എതിർത്തു. അവരുടെ മുഖത്ത് നോക്കി നല്ല മറുപടി കൊടുത്തു. മഹാരാജ് രാംപാൽ തെളിവ് സഹിതം സംസാരിച്ചു. മറ്റുള്ളവർ കേട്ടുകേൾവി അനുസരിച്ചാണ് ഓരോന്ന് പറഞ്ഞിരുന്നത്. സത്യത്തിന്റെ മുൻപിൽ അസത്യം എത്ര നാൾ പിടിച്ചു നിൽക്കും? മൂത്ത സഹോദരന്റെ വാക്കുകൾ കേട്ട് ഒന്ന് എതിർത്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ മൂത്ത സഹോദരനായതുകൊണ്ട് എല്ലാം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായും 2 കൊടുത്തേനെ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, വാസ്തവത്തിൽ കബീർ സാഹിബ് പൂർണ്ണ പരമേശ്വർ തന്നെയാണെന്ന്. മരിക്കാറായി നിൽക്കുന്നവൻ എന്തു ചെയ്യാനും തയ്യാറാണ്. അന്ന് ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കൂ. അത് കേട്ടിട്ട് സഹോദരൻ പറഞ്ഞു, ക്രോധ ആശ്രമത്തിലേക്ക് പോ, നിന്റെ ജീവൻ അവിടെ രക്ഷിക്കും. എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ വസ്ത്രം അണിയിച്ച് ട്രോളിയിൽ കിടത്തിയതാണ്. ഞാൻ ചാടി എണീറ്റ് എന്റെ വസ്ത്രങ്ങൾ മാറ്റി സഹോദരനോട് പറഞ്ഞു, ഞാൻ രാംപാൽ മഹാരാജന്റെ നാമോപദേശം സ്വീകരിക്കും. പിന്നെ ഞങ്ങൾ റോഹ്തക് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വണ്ടി പിടിച്ച് ബന്ദിച്ചോട്ട് സദ്ഗുരു രാംപാൽജി മഹാരാജന്റെ അടുക്കലെത്തി. നാമോപദേശം സ്വീകരിച്ചു. ആ സമയത്ത് ഞാൻ ആശ്രമത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചു. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി പരിശോധിച്ചു. ഡോക്ടർ അതിശയിച്ചു പോയി. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ പൂർണ്ണ സുഖം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ആശ്രമത്തിൽ ചിലവൊന്നും ഉണ്ടായില്ല. നാമോപദേശവും ജപിക്കാനുള്ള പുസ്തകവും ഫ്രീ ആയി കിട്ടി. എന്റെ കുടുംബത്തിലെ മറ്റുള്ളവർ എല്ലാം മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. പക്ഷേ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം മറ്റെല്ലാം ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ ആദ്യത്തേതിനേക്കാളും സുഖമുള്ളവനും സ്വസ്ഥനുമാണ്. ബന്ദിച്ചോട് രാംപാൽജി മഹാരാജന്റെ ഗുണഗാനങ്ങൾ രാത്രിയും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ത് രാംപാൽജി മഹാരാജന്റെ മുഖ്യ ഉദ്ദേശം നാമോപദേശം നൽകി ഭക്തരാക്കി കാലന്റെ വലയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ്. സാമൂഹിക രക്ഷയും മറ്റുള്ളവരുടെ നന്മയും മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സത് സാഹിബ്, ഭക്ത മഹാവീർ ദാസ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 152. ഇങ്ങനെയായിരിക്കണം സന്ത്. ഞാൻ ശശിപ്രഭ, പ്രധാന അധ്യാപിക, പ്രിൻസിപ്പൽ, രാജകീയ ഗരിഷ്ഠ ശ്രേഷ്ഠ മിഡിൽ സ്കൂൾ, ഡിഗാന ജില്ല, ജിന്ദൽ ജോലി ചെയ്യുന്നു. ഞാൻ എന്റെ വീട്ടിലെ വഴക്കുകൾ കാരണം മാനസിക ടെൻഷൻ 35 വർഷമായിട്ട് അനുഭവിക്കുന്നു.
ഭർത്താവ് എപ്പോഴും അടിക്കും, ശമ്പളം മുഴുവൻ പിടിച്ചു വാങ്ങും. അദ്ദേഹം വല്ലാതെ എന്നെ വിഷമിപ്പിച്ചിരുന്നു. 32 കില്ലെ ഭൂമി ഉണ്ടായിട്ടും എനിക്ക് പട്ടിക്ക് കൊടുക്കും പോലെയാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഞാൻ എന്റെ പല ബന്ധുക്കളോടും സഹായം അഭ്യർത്ഥിച്ചു, പഞ്ചായത്തിലും പരാതിപ്പെട്ടു. ആരും സഹായിച്ചില്ല. ഒടുവിൽ സന്തുമാരെ ആശ്രയിച്ചു. കുഴപ്പം പിടിച്ച കാര്യങ്ങൾ അവർ ശരിയാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആനന്ദപുരിയിലെ ബീന, മധ്യപ്രദേശിലെ സന്തിനെ ഗുരുവായി സ്വീകരിച്ചു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ, വഴക്ക് അങ്ങനെ തന്നെ നടന്നിരുന്നു. പരമാത്മാവിന്റെ കൃപ കൊണ്ട് പെൺകുട്ടികൾ പഠിച്ചു. പക്ഷേ ആരുടെയും വിവാഹം നടന്നില്ല. അച്ഛനാണെങ്കിൽ വിവാഹാലോചന നടത്താതെയായി. ഈ പ്രയാസം കാരണം ഞാൻ ബാലാജിയിൽ പോയി, ഭഗത് ദൌലി ദാർ ഹിമാചൽ പ്രദേശിൽ പോയി, രാജസ്ഥാനിൽ പീർ ഫക്കീർ ഗുരുദ്വാറിലും സഹായം അപേക്ഷിച്ചു. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരയാൻ തുടങ്ങും. ഞാൻ വിചാരിച്ചു, ഭൂമിയിൽ പരമാത്മാവ് ഇല്ലേ? അപരാധം, അക്രമവും സഹിച്ച് ഞാനൊരു ഭ്രാന്തിയെ പോലെയായി. പിന്നീട് ഒരു ദിവസം ഈ ദുഃഖി ആത്മാ ആ പരമാത്മാവിന്റെ ദർബാറിലെത്തി. ദുഃഖശമനമുണ്ടായി. എന്റെ അയൽപ്പക്കത്ത് ഒരു അയൽക്കാരി എനിക്ക് പ്രസാദം തരാൻ വേണ്ടി എന്നെ വിളിക്കാനായി എന്റെ വീട്ടിൽ വന്നു. അവരുടെ വീട്ടിൽ ഭജന നടക്കുകയായിരുന്നു. പോയതിനു ശേഷം ഭജനയെ പറ്റിയും സംസാരിച്ചു. അവർ പറഞ്ഞു, ഭജന പരമാത്മാവിന്റെ യഥാർത്ഥ വാണിയാണ്. അത് പറയുകയാണെങ്കിൽ എല്ലാ കഷ്ടപ്പാടുകളും തീർന്നു കിട്ടും. പക്ഷേ അത് സന്ത് രാംപാലിന്റെ ഉപദേശപ്രകാരം ചെയ്താലേ പ്രയോജനമുള്ളൂ. മറ്റാരെങ്കിലും കൊണ്ട് ചെയ്താൽ പ്രയോജനമില്ല. രാജാ പരീക്ഷിത്തിന് കഥ കേൾപ്പിക്കുന്ന സമയത്ത് ഒരു മുനിമാരും കഥ പറയുന്ന കാര്യം ഏറ്റെടുത്തില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവർ അനധികാരികളാണ്. 7-ാം ദിവസം അവസാനിക്കണം, ഫലം കിട്ടണം. അതുകൊണ്ട് സ്വർഗത്ത് നിന്ന് സുഖദേവ് വന്നു. അദ്ദേഹം രാജാ പരീക്ഷിത്തിന് നാമോപദേശം നൽകി ശിഷ്യനാക്കി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 153. 7 ദിവസം വരെയും കഥയും യഥാർത്ഥ പൂജാവിധികളും പരിചയപ്പെടുത്തി. രാജാ പരീക്ഷിത്തിന് ആശ്വാസമായി. വർത്തമാന കാലത്തിൽ യഥാർത്ഥ അറിവും പൂജാവിധികളും അറിയുന്നവർ ഇല്ല. അതുകൊണ്ട് തന്നെ പാഠം, കഥ പറച്ചിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഭക്തന് പ്രയോജനമുണ്ടാകുന്നില്ല. ആ സ്ത്രീ എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. സന്ത് രാംപാൽ മഹാരാജിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമില്ലാത്തവർ പോലും, അശിക്ഷിതർ ആയവർ പോലും ശാസ്ത്രങ്ങളിലെ ഗൂഢരഹസ്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. ഞാനൊരു പ്രിൻസിപ്പൽ ആയിരുന്നിട്ട് പോലും ഇതെല്ലാം കേട്ട് അതിശയിച്ചു പോയി. എനിക്ക് തോന്നി, പരമാത്മാവ് എന്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഗുരുജി ദുഃഖങ്ങൾക്ക് നിവാരണം കണ്ടെത്തുന്നു. ഞാൻ പറഞ്ഞു, എനിക്കും കൂടി ഗുരുജിയുടെ ദർശനത്തിന് വഴിയൊരുക്കണം. അവരുടെ ദയയാൽ അടുത്ത ദിവസം തന്നെ കാണാൻ പുറപ്പെട്ടു. ഗുരു രാംപാൽ മഹാരാജി ഒരു സാധാരണ കസേരയിൽ ഇരിക്കുന്നത് കണ്ടു. എനിക്കറിയില്ലായിരുന്നു സന്ത് എന്നാൽ എന്താണെന്ന്, അദ്ദേഹത്തിന്റെ മഹിമ എന്തെന്ന്. അദ്ദേഹം എത്രത്തോളം ഉയർന്നവനാണോ അത്രത്തോളം സാധാരണത്വവും കണ്ടു. നമ്മുടെ സ്ഥാനം ഭൂമിക്ക് താഴെയാണ്. പക്ഷേ പരമാത്മാവിന്റെ മഹിമ എങ്ങനെ മനസ്സിലാകും? എന്റെ ഗുരുജി എന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും കേട്ടു. എന്നിട്ട് പറഞ്ഞു, നാമോപദേശം സ്വീകരിക്കാൻ. അപ്പോൾ എല്ലാം ശരിയാകും. അടുത്ത ദിവസം തന്നെ എനിക്ക് ഉപദേശം നൽകി, ശിഷ്യത്വം നൽകി. 1 മാസത്തിനകത്ത് പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നു, വിവാഹം കഴിഞ്ഞു. എനിക്ക് തോന്നി, സംഭവിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. ഏതൊരു ഭർത്താവാണോ മകൾക്ക് വേണ്ടി കല്യാണ ആലോചന പോലും നടത്താതിരുന്നുവോ, ആ ഭർത്താവ്, ആ പിതാവ് തന്റെ മകളുടെ കല്യാണം നടത്തിയിരിക്കുന്നു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് എന്റെ മൂത്ത മകളുടെ വയറ്റിൽ ഒരു മുഴ കണ്ടു. കുട്ടി ഇതുവരെ ഉണ്ടായില്ല. പിന്നെ അതായി ചിന്ത. പിന്നെ എക്സ്റേ എടുത്തു. ഇവിടെ ഒരു വശത്ത് പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്നു, മറുഭാഗത്ത് ഓപ്പറേഷൻ നടന്നത് കണ്ടിരിക്കുന്നു. അത് സക്സസ് ആയി. അവൾ എന്റെ അപേക്ഷ അനുസരിച്ച് അവളെ താജ്പൂരിൽ, അതായത് ദില്ലിയിൽ സദ്ഗുരുവിന്റെ സത് സംഗമ സേവയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ വിജയിച്ചു. സംശയിച്ചതുപോലെ ക്യാൻസർ ആയിരുന്നു. പിന്നീട് അവൾ ഗർഭം ധരിച്ചു. അതിനിടെ ജാമാതാവ്, അതായത് മരുമകൻ, ഒരു മോട്ടോർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴും എനിക്ക് എന്റെ ഗുരുവിനെ അല്ലാതെ മറ്റാരെയും ഓർമ്മ വന്നില്ല. അദ്ദേഹത്തിന്റെ മഹിമ മകൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. ഞാൻ എന്റെ നാക്കുകൾ കൊണ്ട് ഗുരുദേവ മഹിമ എത്രമാത്രം വാഴ്ത്തും. 1.5 മാസം കഴിഞ്ഞ് മരുമകൻ സുഖം പ്രാപിച്ചു. എന്റെ പ്രാർത്ഥന പരമാത്മാവ് കേട്ടു. എന്നാണോ ഞാൻ സദ്ഗുരു രാംപാലിന്റെ ഉപദേശം സ്വീകരിച്ചുവോ, അന്ന് ഞാൻ എന്റെ വീട്ടിൽ വെച്ചിരുന്ന വ്യാജ സന്തുമാരുടെ ഫോട്ടോകൾ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോൾ എന്റെ വണ്ടി പാളത്തിൽ കൂടി നന്നായിട്ട് ഓടുന്നു.
2003 സെപ്റ്റംബർ 23 ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് 4-5 മണി സമയത്ത് ഒരു ഭയങ്കര ആകൃതി രൂപം കണ്ടു. ഒരു മനുഷ്യരൂപമാണോ എന്താണെന്ന് പറയാൻ അറിയില്ല. എനിക്ക് ഭയം തോന്നി, എങ്കിലും ഭയന്നില്ല. പിന്നീട് മനസ്സിലായി അത് യമദൂതനാണെന്ന്. അടുത്ത ദിവസം ഞാൻ വിവരം ഗുരുവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ രൂപം കണ്ട ദിവസം എന്റെ ശ്വാസം നിലച്ചതായിരുന്നു, അതായത് മരണം സംഭവിച്ചതായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 154. ഞാൻ എന്റെ പരമാത്മാ സ്വരൂപ് ഗുരുജിയുടെ കൃപ കൊണ്ട് ഇളയ മകളുടെ വിവാഹം ഒരു എഞ്ചിനീയറുമായി നടന്നു. കഴിഞ്ഞ വർഷം 2-3 പ്രാവശ്യം എന്റെ ജോലി നഷ്ടപ്പെടേണ്ട സ്ഥിതിയിലായി. പക്ഷെ അപ്പോഴും പരമാത്മാവിനെ രക്ഷിച്ചു. സൽഗുരു രാംപാൽജി മഹാരാജ് പറയുന്നു, രാജാവും ഭഗവാന്റെ കുട്ടിയാണ്. അദ്ദേഹത്തിലും ഭഗവാന്റെ ശക്തി വ്യാപരിക്കുന്നു. പരമേശ്വർ തന്റെ ഭക്തർക്ക് വേണ്ടി ഓരോന്നും ചെയ്യാൻ രാജാവിനെ പ്രേരിപ്പിക്കുന്നു. രാജാവ് ഓരോന്നും ചെയ്തു കാണിക്കുന്നു, പക്ഷെ ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവാണ്. എന്റെ ഗുരുവിനെ പോലെ വേറെ ആരും ഉണ്ടാകില്ല. ഇതുപോലെ കഷ്ടപ്പാടുകളും ദുഃഖവും മാറ്റി സഹായിക്കുന്നതിനായി പരമാത്മാവ് വാസ്തവത്തിൽ നിരാശ്രയർക്ക് ആശ്രയം നൽകുന്നു, അഭയം നൽകുന്നു, ആത്മാവിന്റെ വിളി കേൾക്കുന്നു. ഈ കുറഞ്ഞ കാലയളവിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായോ എല്ലാം എന്റെ ഗുരുവിന്റെ മഹിമയാണ്. അദ്ദേഹത്തെ പറ്റി വർണ്ണിക്കാൻ വാക്കുകളില്ല. അദ്ദേഹം വാസ്തവത്തിൽ കബീർ സാഹിബിന്റെ അവതാരമാണ്. പരമാത്മാവിന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ ക്രോധയിൽ വരണം. ഈ ചെറിയ ജീവിയായി ഞാൻ അതിന് ഉദാഹരണമാണ്. ഞാൻ താങ്കളിൽ കൃതജ്ഞയാണ്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, മഹിമ വർണ്ണിക്കാൻ അറിയില്ല. ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ പകർത്തി. വളരെ തുച്ഛമായ പ്രാണി, ഭക്തമതി ശശി. മൊബൈൽ നമ്പർ 78 27 74 12 48. പരമാത്മാവിന്റെ കൃപയാൽ മകന്റെ ജീവൻ രക്ഷ ലഭിച്ചു. ഞാൻ മുഹമ്മദ് സിറാജ് ഖാൻ. ഞാൻ ബീഹാറിലെ ഗയ ജില്ലയിൽ നിന്നാണ്. എന്റെ ഒരു മുസ്ലിം കുടുംബമായതിനാൽ ഞാൻ എന്റെ പൂർവികർ ചെയ്തിരുന്ന അതേ കർമ്മം തന്നെയാണ് ചെയ്തിരുന്നത്. ആ മതത്തിലുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ഞാനും അനുഷ്ഠിച്ചിരുന്നു. സന്ത് രാംപാൽജി മഹാരാജുമായി ചേരുന്നതിന് മുൻപ് മുസ്ലിം ധർമ്മപ്രകാരമുള്ള 2 സമാന്തര സിദ്ധാന്തങ്ങളെ ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാവിധ ഭക്തികളും ഞാൻ അവരുടെ നിയമപ്രകാരം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഒരു സന്ദർഭത്തിൽ ആ സിദ്ധാന്തങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി തുടങ്ങി. അതിനുശേഷം സന്ത് രാംപാൽജി മഹാരാജന്റെ ഒരു ശിഷ്യനുമായി സമ്പർക്കം ചെയ്യുവാൻ ഇടയായി. അദ്ദേഹവുമായി നിരന്തരം മാസങ്ങളോളം ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എനിക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുജിയുടെ ജ്ഞാനം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്കുള്ള ആരതി, അതായത് അസുർ നിക്കന്ദർ രമേനി, അതുപോലെ സന്ധ്യ ആരതിയും വെക്കുമ്പോൾ ഞങ്ങളും കേട്ടുകൊണ്ടിരുന്നു. അന്നേരം ഞങ്ങളും സന്ത് മഹാരാംപാൽജി മഹാരാജന്റെ ജയ ആരോപം ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് വലിയൊരു ശക്തി പ്രഭാവം ഉണ്ടെന്ന് മനസ്സിലായി. ഒരിക്കൽ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ കബീർ പരമ്പരയിൽപ്പെട്ട ഒരു പുസ്തകം എനിക്ക് താഴെ കിടന്ന് കിട്ടി. ഞാൻ ആ പുസ്തകം കൂടെ കൊണ്ടുപോന്ന് അത് വായിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഗുരുജിയുടെ ആ ഭക്തൻ എന്നോട് ചോദിച്ചു, താങ്കൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത് എന്ന്. ഞാൻ താങ്കൾക്ക് ഒരു ജ്ഞാനഗംഗ എന്ന പുസ്തകം നൽകാം. അത് തീർച്ചയായും വായിക്കണം. കൂടാതെ ഇതൊരു സാധാരണ പുസ്തകമായി കണക്കാക്കരുത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 155. ഇന്ന് ഭൂമിയിൽ അല്ലാഹു സന്ത് രാംപാൽജി മഹാരാജിന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് ഹൃദയത്തിൽ എല്ലാം സ്വയം ശരിയായി ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു. വീട്ടിൽ വെച്ച് ആ പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് എന്റെ ഭാര്യയും കുട്ടികളും എന്നോട് ചോദിക്കുവാൻ തുടങ്ങി, താങ്കൾ ഒരിക്കലും പുസ്തകം വായിക്കാറില്ലല്ലോ, ഇന്ന് നിങ്ങൾ പുസ്തകം വായിക്കുകയാണല്ലോ. ഞാൻ പുസ്തകം കുറേശ്ശെ വായിക്കുവാൻ തുടങ്ങി. ഞാൻ ആദ്യമായി സൃഷ്ടിരചന വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതവും ആകാംക്ഷയും തോന്നി. അതായത് ഈ ജ്ഞാനം ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. എന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ ഞാൻ കരയുവാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ആരോഗ്യം വളരെ മോശമായി. പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞിരുന്നു, അതായത് സന്ത് രാംപാൽജി മഹാരാജന്റെ ഒരു ഭക്തനാണ് ഈ പുസ്തകം തന്നത്. അദ്ദേഹം അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. താങ്കൾക്കോ താങ്കളുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും കാരണത്താൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ താങ്കൾ സന്ത് രാംപാൽജി മഹാരാജിന്റെ മുൻപിൽ ദണ്ഡപത് പ്രണാമം ചെയ്ത് പ്രാർത്ഥന ചെയ്യണം. അപ്പോൾ താങ്കളുടെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ എന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഗുരുജിയുടെ ചിത്രം ഉണ്ടായിരുന്നു.
അതിന് ദണ്ഡ്പത് പ്രണാമം ചെയ്ത് വെറും 10 നിമിഷത്തിനുള്ളിൽ എന്റെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ശരിയായ നിലയിൽ വന്നു. ഞാൻ വളരെയധികം അത്ഭുതപ്പെടുകയും കൂടാതെ പൂർണ്ണ വിശ്വാസം വരികയും ചെയ്തു. അതായത് ഞങ്ങളുടെ പരമാത്മാവായ അല്ലാഹു ഇത് തന്നെയാണ്. അന്ന് തന്നെ ഞാൻ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തി. ഇനി ഞങ്ങൾ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണമെന്ന്. മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും അത് കാര്യമാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എനിക്ക് ഒരു മെമ്മറി കാർഡ് നൽകി. അതിൽ നിറയെ സന്ത് മഹാരാജിന്റെ സത്സംഗ് ആയിരുന്നു. ഞങ്ങൾ അത് കേൾക്കുവാൻ തുടങ്ങി. പിന്നീട് അധികം വൈകാതെ ഞങ്ങൾ ദീക്ഷ സ്വീകരിച്ചു. സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അനേകം ലാഭങ്ങൾ ഉണ്ടായി. എന്റെ സഹധർമ്മിണിക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ടായിരുന്നു. പരമാത്മാവ് തന്നെ ശരിയാക്കി. ഞാൻ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം എന്റെ ഭാര്യ എന്നോട് പിണങ്ങി റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുവാൻ പോയി. അപ്പോൾ ഞാൻ ദണ്ഡ്പത് പ്രണാമം ചെയ്യുന്ന സ്ഥലത്ത് പരമാത്മാവിന്റെ അടുക്കൽ ഒരു നിവേദനം വെച്ചു. പിതാവേ, ഇന്ന് ഈ ദാസന്റെ അഭിമാനം പരമാത്മാവിന്റെ കൈകളിലാണ്. എന്റെ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ഇന്ന് എന്റെ ധർമ്മപത്നിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദാസന്റെ അഭിമാനം പോകുന്നതാണ്. അങ്ങ് തന്നെയാണ് സാക്ഷി. പിന്നീട് കുറച്ചു സമയത്തിനു ശേഷം എന്റെ ഭാര്യ തിരികെ വരികയും കൂടാതെ ഭയപ്പെട്ട് എന്നോട് കരയുവാൻ തുടങ്ങി. ഇപ്രകാരം പരമാത്മാവ് എന്റെ ഭാര്യയ്ക്ക് സബുദ്ധി നൽകി, അവരുടെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 156. എന്റെ ഒരു കുട്ടി പ്രണാമം ചെയ്യുന്ന സ്ഥലത്തിന് അരികിലാണ് കിടന്നിരുന്നത്. അവിടെ രാവിലെ എന്റെ മകൾ അടിച്ചു വൃത്തിയാക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ സർപ്പം അവന്റെ തല ആ പീഠത്തിൽ ഗുരുജിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ തല അടിച്ച് ചത്തിരിക്കുന്നു. പരമാത്മാവ് ഞങ്ങളുടെ കുട്ടിയുടെ രക്ഷ ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ആലോചിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. എന്റെ മൂത്ത കുട്ടിക്ക് മൂത്രാശയത്തിൽ ഒരു കല്ല് വന്നു. സൗണ്ട് സ്കാനിംഗ് ചെയ്തപ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ ഇത് ശരിയാകുന്നതല്ല. ഞങ്ങൾ നേരെ ആശ്രമത്തിൽ ഗുരുജിയോട് ഫോൺ ചെയ്തു. അതിനുശേഷം ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ ആ രോഗം മാറിപ്പോയി. നാമദീക്ഷ എടുക്കുന്നതിന് മുൻപ് എനിക്ക് ലഹരിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് മദ്യം കഴിക്കുക, ലഹരി ഉപയോഗിക്കുക, മത്സ്യമാംസം മുട്ടാദികൾ ഉപയോഗിക്കുക. ഞാൻ കുടുംബത്തിലുള്ളവർക്ക് ഒരു സമാധാനവും നൽകിയിരുന്നില്ല. അതുപോലെ ഞാനും കഷ്ടതയിലായിരുന്നു. പക്ഷെ പിന്നീട് ഗുരുജിയിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഈ വക എല്ലാ ലഹരികളിൽ നിന്നും എന്നെ മുക്തനാക്കി. കൂടാതെ കുടുംബത്തിൽ നല്ലൊരു ശാന്തിയും സമാധാനവും ഉണ്ടായി. പരമാത്മാവിന്റെ കൃപയാൽ ഇന്ന് ഞങ്ങൾക്ക് ഭൂമി വാങ്ങിക്കുവാൻ സാധിച്ചു. ഞങ്ങളുടെ ഗുരുജി ഒരിക്കലും ഒരു മുസൽമാനെ മതം മാറ്റി ഹിന്ദുവാക്കുന്നില്ല. അതായത് നമ്മുടെ ധാർമ്മികമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഭക്തിവിധി പ്രദാനം ചെയ്തുകൊണ്ട് സദ്ഭക്തിയിൽ നിലനിർത്തുന്നു. എല്ലാവരോടും എന്റെ വിനീതമായ അപേക്ഷയാണ്, അതായത് താങ്കളും അടുത്ത സെന്ററിൽ വന്ന് ശ്രീ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ശരിയായ ഭക്തിവിധി പ്രാപിച്ച് അവരവരുടെ മോക്ഷം ചെയ്യുക. മുഹമ്മദ് സിറാജ് ഖാൻ, ബീഹാർ. മൊബൈൽ നമ്പർ 70 33 83 33 75. പൂർണ്ണ പരമേശ്വരൻ സദ്ഗുരു ആയുസ് വർദ്ധിപ്പിച്ചു. ഞാൻ ബാപ്പുദാസ് പ്രഹ്ലാദ് ഭായ് പട്ടേൽ, പല്യഡ് ഗ്രാമം, കലോല താലൂക്ക്, ഗാന്ധിനഗർ ജില്ലയിലാണ് വസിക്കുന്നത്. സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ ശരണത്തിൽ വരുന്നതിന് മുൻപ് എന്റെ കുടുംബം കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ഞങ്ങൾ പരമ്പരയായി ദേവീദേവന്മാരുടെ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സ്ഥിതി ഭയാനകമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖ നിവാരണത്തിനു വേണ്ടി അംബാജി തീർത്ഥ സ്നാനത്തിന്റെ ദർശനത്തിനു വേണ്ടി പോയി. അവിടെ വെച്ച് ഞങ്ങൾക്ക് ജ്ഞാനഗംഗ എന്ന പുസ്തകം ലഭ്യമായി. അത് വായിച്ചതിനു ശേഷം ഞങ്ങൾക്ക് ശാസ്ത്ര അനുകൂല ഭക്തിയും അത് എന്താണെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി. ഞങ്ങൾ കുടുംബസമേതം 4/11/2012 സൽഗുരുജിയുടെ ശരണത്തിൽ വന്നു ചേർന്നു. ഗോച്ചറിയ ഗ്രാമത്തിൽ എനിക്ക് ഒരു ആയുർവേദ കട ഉണ്ടായിരുന്നു. 1/11/2012 ഞാനും എന്റെ മൂത്ത മകനും കൂടി മോട്ടോർ സൈക്കിളിൽ വൈകുന്നേരം കടയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ച് പെട്ടെന്ന് ഞങ്ങളുടെ മുൻപിൽ ഒരു പന്നി ഞങ്ങളുടെ മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ചു. അതിനുശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് സർവേക്കല്ലിൽ പോയി എന്റെ തലയിടിച്ചു. ഞാൻ അബോധാവസ്ഥയിലായി. ആ വഴി പോയിരുന്ന ഗ്രാമവാസികൾ എന്നെ ഉടനെ തന്നെ ഗ്രാമത്തിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വെച്ച് ഡോക്ടർ എന്റെ നാഡി പരിശോധിച്ചതിന് ശേഷം ഞാൻ മരിച്ചു പോയതായി അറിയിച്ചു. എന്റെ മകൻ ഉടനെ തന്നെ ഹരിയാന ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്യുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുജി മറുപടി പറഞ്ഞത് ഉടനെ മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കുവാനാണ്. പരമാത്മാവ് ദയ ചെയ്യട്ടെ എന്ന്.
അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുകയില്ല. അവിടെ നിന്ന് എന്നെ ആംബുലൻസിൽ ഗാന്ധിനഗറിലുള്ള സിവിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ഡോക്ടർമാർ എന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്റെ മക്കൾ അവിടെ വെച്ച് ഗുരുദേവന് ജയ് വിളിക്കുകയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ എന്റെ പ്രാണൻ വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ഡോക്ടർ ദീപക് മൽഹോത്ര എന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ സന്നദ്ധത കാണിക്കുകയും കൂടാതെ 4 ഓപ്പറേഷന്റെ കാര്യം വേണമെന്ന് പറയുകയും ചെയ്തു. എന്റെ തലച്ചോറ് പല കഷ്ണങ്ങളായി ചിന്നിയതിനാൽ ആദ്യത്തെ ഓപ്പറേഷന് 3 മണിക്കൂർ വേണ്ടിവരുമായിരുന്നു. പക്ഷെ ഗുരുജിയുടെ സാന്നിധ്യം ഉണ്ടായതിനാൽ ആ ഓപ്പറേഷൻ വെറും 45 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. എന്നെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടത്തിയ ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയി. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. ഇത് പരമാത്മാവിന്റെ വലിയൊരു അതിശയകരമായ ലീല ആയിരുന്നു. കൂടാതെ സദ്ഗുരു രാംപാൽജി മഹാരാജ് എന്നെ മരണത്തിന്റെ മുഖത്തിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളുടെ സകുടുംബം സദ്ഗുരു രാംപാൽജി മുഖേന ശാസ്ത്ര അനുകൂല ഭക്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബോലോ സദ്ഗുരുദേവ് കി ജയ്. ബാപ്പുദാസ് പ്രഹ്ലാദ് ഭായ് പട്ടേൽ, പലിയഡ് ഗ്രാമം, കലോല താലൂക്ക്, ഗാന്ധിനഗർ ജില്ല, ഗുജറാത്ത്. മൊബൈൽ 99 13 29 56 18. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 157. 3 വിധ താപങ്ങളെ പൂർണ്ണ പരമാത്മാവ് ഇല്ലാതാക്കുന്നു. ഭക്ത രാംകുമാർ ഢാക്ക, എക്സ് ഹെഡ് മാസ്റ്റർ, MA BEd. അദ്ദേഹത്തിന്റെ അനുഭവം: ഞാൻ രാംകുമാർ ഢാക്ക, പെൻഷൻ പറ്റിയ ഹെഡ് മാസ്റ്റർ, ഡൽഹി സുഡാന ഗ്രാമം, ജില്ല റോഹ്തക്. ഇപ്പോഴത്തെ മേൽവിലാസം ആസാദ് നഗർ, റോഹ്തക്. മൊബൈൽ നമ്പർ 86 84 86 90 51 താമസിക്കുന്നു. 1996 എന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഭയങ്കരമായ അസുഖമുണ്ടായി. അസുഖത്താൽ വിവശരായ മക്കൾ പറഞ്ഞു ജോലി ചെയ്യാൻ കഴിയുന്നില്ല. തൊണ്ട വരളുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്നതിനാൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഡോക്ടർ പരിശോധിച്ച് ഗുളിക നൽകി. പക്ഷേ രാത്രി ഡ്യൂട്ടി ചെയ്യുമ്പോൾ എവിടെ കൊണ്ടുപോകും? എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. വീട്ടിലായിരിക്കുമ്പോൾ 2 പ്രാവശ്യം വീതം ഡോക്ടറെ കണ്ടിരുന്നു. എല്ലാവരും പറയാൻ തുടങ്ങി, മാസ്റ്റർ സാഹിബിന്റെ വീട്ടിലെന്ത് പറ്റി? ഓരോരുത്തരും പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഉത്തർപ്രദേശിൽ കരോനാശാമിലിക്കടുത്ത്, ഉത്തർപ്രദേശ് ഗേക്കടയിൽ, രാജസ്ഥാനിൽ ബാലാജിയിൽ പലതവണ. ഘാട്ടു ശ്യാംജി പല സ്ഥലത്തു നിന്നും മന്ത്രതന്ത്രങ്ങൾ ചെയ്തു, ഏലസ് കെട്ടി. ഹരിയാനയിൽ എല്ലായിടവും പോയി. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കരോലയ്ക്കടുത്ത് ഗേഡ കഞ്ചനി, ബോഹതാവാല, ഗോഹാനയുടെ അടുത്ത് സമാചാന, സിക്കന്ദപൂർ, ഗിഡാവാലി എന്നുവേണ്ട എല്ലായിടത്തും കൊണ്ടുപോയി. ഏകദേശം 3 ലക്ഷം രൂപയും ചിലവാക്കി. ഒരു പ്രയോജനവും ഉണ്ടായില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 158. ഞാൻ തളർന്നു. എന്റെ കുടുംബം നശിച്ചു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ ജീവൻ പോകുമെന്ന് തോന്നുന്നു. ഭക്ത സുഭാഷിന്റെ മകൻ മഹേന്ദ്രൻ, പോലീസുകാരൻ, ഏതോ ഒരു സന്ത് രാംപാലിന്റെ മഹിമയെ പറ്റി പറയുന്നു. എന്നെ അവിടെ കൊണ്ടുപോയി നാമോപദേശം വാങ്ങിക്കൂ. ആദ്യം ഞാൻ ഒന്നിലും വിശ്വസിച്ചിരുന്നില്ല. ഗുരുവായി തീരുക എന്നത് വലിയ ശ്രേഷ്ഠമായി കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നിന്റെ ഗുരു ഞാനാണ്. ഞാനാണെങ്കിൽ MA BEd, എന്നേക്കാൾ വലിയ ഗുരു ആരെ? പക്ഷെ ചുറ്റുപാടുകൾ എന്നെ വിവശനാക്കി. ഞാൻ ഒടുവിൽ സമ്മതിച്ചു. ഭാര്യയോട് പറഞ്ഞു, നീ ഉപദേശം സ്വീകരിച്ചോ? ആ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് 50 കിലോഗ്രാം തൂക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 80 കിലോ ഉണ്ടായിരുന്നു. എഴുന്നേൽക്കാനും ഇരിക്കാനും നടക്കാനുമൊക്കെ പ്രയാസമായിരുന്നു. ഞാൻ പറഞ്ഞു, മരിക്കാറായി. ഇനി ഉപദേശം വാങ്ങണമെങ്കിൽ അതുമാകട്ടെ. മനസ്സിന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ നിന്നെ തടയുന്നില്ല. സന്ത് രാംപാൽ മഹാരാജിൽ നിന്നും നാമോപദേശം വാങ്ങാനായി 2-3 മാസം കഴിഞ്ഞ് എന്റെ മരുമകൻ സുഭാഷ് വന്നു പറഞ്ഞു, നാമോപദേശം സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ മരിക്കും. ഞാൻ പറഞ്ഞു, എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, എല്ലാ മന്ത്രവാദവും നടത്തി. ഇനി നിന്റെ സന്ത എന്തു ചെയ്യാൻ? പക്ഷെ വിഷമിച്ച് ഒടുവിൽ ഉപദേശം സ്വീകരിക്കാൻ അയച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആശ്രമത്തിൽ പോകുന്നതിനോട് കടുത്ത വിരോധമായിരുന്നു. 2003 ജനുവരി 16 നാമോപദേശം വാങ്ങി. ഗഹരി നസർ ഗീതമ്മേ എന്ന പുസ്തകവും വാങ്ങി വന്നു. 1 മാസം വരെ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നോക്കി. ഓരോ മാസവും 3 കിലോ തൂക്കം വർദ്ധിച്ചു തുടങ്ങി. പിന്നെ മൂത്ത മകനും അമ്മയുടെ ഉപദേശപ്രകാരം നാമോപദേശം വാങ്ങി. അവനിപ്പോൾ സുഖമായി ഉറക്കം കിട്ടുന്നു. അവൻ അവന്റെ ഭാര്യയെയും ശിക്ഷയാക്കി ഉപദേശം വാങ്ങി. പിന്നീട് ഞാൻ ഗഹരി നസർ ഗീതേമേം എന്ന പുസ്തകം വായിച്ചു. അപ്പോൾ മനസ്സിലായി, ഇത്രയും അറിവ് എനിക്ക് ഇതിനു മുൻപ് വായിക്കാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല.
ഞാനും 2003 ഏപ്രിലിൽ ഉപദേശം വാങ്ങി. ഇന്ന് എന്റെ വീട്ടിൽ മൂത്ത മകനും ഉപദേശം സ്വീകരിച്ച് ശിഷ്യത്വം സ്വീകരിച്ചു. അവന് അസുഖം വരുമ്പോൾ വീട് ആകെ വിറച്ചിരുന്നു. വഴക്ക്, ബഹളം, ജോലിക്ക് കറക്കം, ഡോക്ടറുടെ വരവും പോക്കും, കാഷ്വാലിറ്റിയിലേക്കുള്ള കൊണ്ടുപോകൽ എന്ന് വേണ്ട ആകെ ബഹളം. ഇന്ന് ഞങ്ങളുടെ വീട് സ്വർഗത്തിന് സമം. സത്ലോകത്തിൽ പോകാനുള്ള ആഗ്രഹത്തിലാണ്. 1 മാസത്തിന് മുൻപ് സ്വപ്നത്തിൽ പരമേശ്വർ കബീർ സാഹിബിന്റെ നിർദ്ദേശമുണ്ടായി. ഗുഡ്ഗാവ സെക്ടർ 57 ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. ഡ്രോ തുറന്നപ്പോൾ ഫ്ലാറ്റ് നമ്പർ കിട്ടി. സ്വപ്നത്തിൽ കബീർ പരമേശ്വർ പറഞ്ഞ നമ്പർ. അടുത്ത ദിവസം രാവിലെ പത്രം നോക്കിയപ്പോൾ ആ ഫ്ലാറ്റ് നമ്പർ അലോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 159. ഞങ്ങളുടെ വീട്ടിലെ അസുഖം അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. ആരും ഇത്രയും അധികം വിഷമിച്ചു കാണില്ല. ഇപ്പോൾ സന്ത് രാംപാൽജി മഹാരാജന്റെ ഉപദേശം സ്വീകരിച്ചതിനു ശേഷം ഞങ്ങൾ വളരെ സുഖം അനുഭവിക്കുന്നു. എന്റെ വീട്ടിൽ ജിന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആശ്രമത്തിലേക്ക് പോകുന്നു. എല്ലാം കണ്ടിട്ട് വരുന്നു. എനിക്കെല്ലാം അറിയാം. സന്തിന്റെ സൽസംഗമത്തിൽ പോകില്ല. അവിടെ പോയാൽ എനിക്ക് അടികിട്ടും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾ ഏതു മന്ത്രവാദിയുടെ അടുക്കൽ പോയാലും ശരി, ബാലാജി ആയാലും ശരി, ഞാൻ അകത്തു വരില്ല, പുറത്തു നിൽക്കും. എന്നെ കെട്ടാൻ ആർക്കും പറ്റില്ല. എന്റെ കൂട്ടുകാരൻ ബീരുവാണ്. അവൻ ഓടി. ഞാൻ പോകില്ല. ഞാൻ നിന്റെ വീട്, നിന്റെ മകളുടെ വീട് എല്ലാം നശിപ്പിക്കും. എവിടെ ഓടിപ്പോയാലും ശരി, ഞാൻ എല്ലാം നശിപ്പിക്കും. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ആ പ്രേതം ജിന്ന് വീണ്ടും വന്നു. ഉറക്കെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഗുരു എവിടെ? രാംപാൽ. നിന്റെ യജമാനൻ എവിടെ? കബീർദേവ്, കബീർ പരമേശ്വർ. എപ്പോഴൊക്കെ പ്രേതം പ്രത്യക്ഷപ്പെടുന്നുവോ അപ്പോഴൊക്കെ മനുഷ്യനെ പോലെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്റെ ഭാര്യ പൂജാമുറിയിൽ കയറി പറയും, എന്തടിക്കുമോ? ഈ ചുമരുകൾ ഇടിക്കും. ഹായ്, ഇത് ചുവരല്ല, ഇരുമ്പ് വലയാണ്. ഈ യജമാനൻ രാംപാൽ എവിടെ നിന്നാണ് വന്നത്? ഇയാൾ ബർവാല സത്സംഗം നടത്താൻ പോയിരുന്നു. ആ ദിവസം സന്ത് രാംപാൽജി മഹാരാജ് ബർവാല ജില്ല ഹിസാറിൽ സത്സംഗമം നടത്തുകയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് വന്നത്. ഇവിടെ യജമാനനില്ല. ജിന്ന് പ്രേതം പറഞ്ഞു, നിങ്ങളുടെ ഓരോ പ്രവൃത്തിക്കും ചുട്ട മറുപടി പറയാൻ. എന്നെ നരകത്തിലിടൂ. ഞാൻ പോകാം. എന്നെ മോചിപ്പിക്കൂ. ക്രോധ ആശ്രമത്തിൽ സന്ത് രാംപാൽജി ഇരിക്കുന്നു. അയാൾ മനുഷ്യനാണെന്ന് വിചാരിക്കേണ്ട. പൂർണ്ണ പരമാത്മാവാണ്. വിടരുത്. ഇങ്ങനെയും പണ്ഡിതന്മാരുണ്ടോ? ചികിത്സിക്കാൻ ഗേഡാ കഞ്ചനിവാല. ഞാൻ ഗേഡാ കഞ്ചനിയിൽ പോയി. അപ്പോൾ അവിടുത്തെ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബം ഓരോരുത്തരായി തീരും. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല, അംഗീകരിക്കാൻ തയ്യാറായില്ല. ഷാഹ്പൂരിലാണ് സഹോദരന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്. ആ പണ്ഡിതനും ഷാഹ്പൂരിലേതാണ്. പിന്നീട് പണ്ഡിതൻ ഞങ്ങളുടെ ചൗധരിയോട് പറഞ്ഞു, റോഹ്തക്കിലെ ചൗധരി രാജ്കുമാറിന് ഭയങ്കരമായ അസുഖമാണ്. കുടുംബം മുഴുവൻ നഷ്ടമാകും. അയാളെ വിളിച്ചുകൊണ്ടുവരൂ. അപ്പോൾ ഞങ്ങളുടെ ചൗധരി സാഹിബ് ബഡേയൂനെ എന്റെ അടുക്കൽ അയച്ചു. ഞങ്ങളുടെ ബഡേയൂ ജിലേ സിംഗ് പറഞ്ഞു, അയാൾ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. വിളിച്ചുകൊണ്ടുവരാൻ എളുപ്പം, പക്ഷെ വീണ്ടും ചികിത്സിക്കുന്നത് പ്രയാസം. അത് താങ്ങാൻ കഴിയില്ല. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും രാത്രിയിൽ 55 പീഠങ്ങൾ വന്നിരുന്നു. അവയെല്ലാം ഇറക്കി കുളത്തിലിടണം. ഈ പ്രവൃത്തി 4 വർഷം വരെ തുടർന്നു. പിന്നെ നിർത്തി. ഞാൻ ബൊഹത്താവാലയിൽ ഒരു സന്യാസിയുടെ അടുക്കലെത്തി. നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിത്തരാം. നിങ്ങളുടെ അസുഖം എന്തെന്ന് എനിക്കറിയാം. അയാൾ എന്നെ പല പ്രാവശ്യം ബാലാജിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ പൂജാരിക്കോ അമ്പലത്തിനോ അസുഖം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പീഠങ്ങൾ വന്നിരുന്നു. കള്ളക്കടത്ത്, അത് അയാളെ വളരെ പ്രയാസപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 160. അയാളും കൈയൊടിഞ്ഞിരുന്നു. എന്തെന്നാൽ ചൌക്കിലാം വരുമ്പോൾ എനിക്ക് വിവരം തരും. രാത്രി 9 മണി മുതൽ 2 മണി വരെ തീ കത്തിച്ച് വെള്ളത്തിന്റെ ഗ്ലാസും വടിയുമായി ഉണർന്നിരിക്കണം. ഈ പ്രവൃത്തി 1996 മുതൽ 2002 വരെ തുടർന്നു. ബോധാവാലയുടെ അടുക്കൽ എപ്പോഴാണോ ചൌക്കി വന്നുവോ അപ്പോൾ അതിൽ ഒരു കുറിപ്പടി ഉണ്ടായിരുന്നു. ബോഹത്താവാല സിയാനയോട് പറഞ്ഞു, ഇടയിൽ നിന്ന് മാറിപ്പോ, നിനക്ക് 5000 രൂപ തരാം, അല്ലെങ്കിൽ നിന്നെ ശരിയാക്കും. അയാൾ ഭയന്നിട്ട് എന്നെ വിലക്കി. ഞാൻ പകൽ ഡൽഹിയിൽ ജോലി ചെയ്യാൻ പോകും. രാത്രി സെക്യൂരിറ്റി ജോലി നോക്കിയിരുന്നു. ചിലപ്പോൾ രാത്രി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നിരുന്നു. എന്റെ അവസ്ഥ വല്ലാത്ത വിഷമസ്ഥിതിയിലായി. മുഴുവൻ സമയവും ജോലി, കുടുംബത്തിലെ എല്ലാവർക്കും അസുഖം. ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ അവർ കളിയാക്കും. ആരും സഹായിച്ചിരുന്നില്ല. എനിക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം ചിലവായി. എന്റെ ഭാര്യ ചാന്ദ കൗറിന് തൈറോയിഡ് വന്നു. ജനുവരി 2003 ഡോക്ടർ OP ഗുപ്ത തൈറോയിഡിനായി തിമാർപൂർ ഡൽഹി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ അടയാളപ്പെടുത്തി തന്നു.
പക്ഷെ അവിടെ പോകാതെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായ ഡോക്ടർ ചുഗനെ കൊണ്ട് ചികിത്സിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അവസാന കാലം വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ 2003 നാമോപദേശം സ്വീകരിച്ചതിന് ശേഷം അസുഖം തികച്ചും ഭേദമായി. ഇപ്പോൾ മരുന്ന് കഴിക്കാറില്ല. വീണ്ടും ഞാൻ ഡോക്ടർ ചുഗനെ കൊണ്ട് ചെക്കപ്പ് നടത്തി. അദ്ദേഹത്തിന് അതിശയം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു. ഇപ്പോൾ എന്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാ അസുഖങ്ങളും ബന്ദിച്ചോട് ഇല്ലാതാക്കി. മൂത്ത മകൻ സരേന്ദ്രകുമാറും ഇളയ മകൻ മനോജ് കുമാറും ആകുന്നു. രണ്ടുപേരും ഹരിയാനയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്നു. അവർ രണ്ടുപേരും ആ ജിന്ന് ഭൂതത്തിന്റെ ആക്രമണത്തിൽ പരവശരായിരുന്നു. നാമോപദേശം നേടിയതോടെ പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അവരെ കബീർ പരമേശ്വർ രക്ഷിച്ചു. തത്വദർശി ജഗദ്ഗുരു സന്ത് രാംപാൽ മഹാരാജ് നമുക്ക് വേണ്ടി അവതാരമെടുത്തതാണ്. ഒരു വീട്ടിലെ 2 ആൺമക്കളെയും ജിന്നാക്രമണം ഉണ്ടായി ജോലി തടസ്സപ്പെട്ടാൽ ആ കുടുംബത്തിലെ സ്ഥിതി എന്താകും? ആരാണോ ക്രോധ ആശ്രമത്തിൽ നിന്നും ജ്ഞാനോപദേശം നേടുന്നില്ലയോ അവർ ഇരുട്ടിലകപ്പെട്ടിരിക്കുകയാണ്. എന്തെന്നാൽ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ട്. വായിക്കൂ, മനസ്സിലാക്കൂ. യാഥാർത്ഥ്യം എന്തെന്ന് ചിന്തിച്ചു നോക്കൂ. ശരിക്കും ഞങ്ങളുടെ കുടുംബം നശിച്ചു പോയതായിരുന്നു. എന്റെ ഭാര്യയും എന്റെ മക്കളും ശരിയായതിനു ശേഷം ഞാനും എന്നെ സദ്ഗുരു രാമപാലിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. എനിക്ക് ഒന്നുമില്ല. ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം ആ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ മകളും ഭർത്താവും നാമോപദേശം സ്വീകരിച്ചു. ഇന്ന് എന്റെ മകളുടെ വീട് സ്വർഗതുല്യമാണ്. എന്റെ മരുമകൻ മദ്യം സേവിക്കുമായിരുന്നു. ഇപ്പോൾ അതുപേക്ഷിച്ചു. എന്റെ മകൾക്ക് പ്രമോഷൻ, ഭൂമി, വീട് എല്ലാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടി. എല്ലാവരും സന്തുഷ്ടർ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 161. 2003 ബന്ദിച്ചോട് ഗുരു രാംപാൽ ഞങ്ങളുടെ പാപകർമ്മമാകുന്ന ഉണങ്ങിയ പുല്ല് കുമ്പാരത്തിൽ സനാതന രൂപിയായ അഗ്നിക്കിരയാക്കി പാപങ്ങൾ കത്തിച്ചു കളഞ്ഞു. ഒരു ഏലസിനോ നൂലിനോ മന്ത്രവാദത്തിനോ കഴിയാത്ത കാര്യം ബന്ദിച്ചോടിന് കഴിഞ്ഞു. നാമോപദേശം കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറി. മന്ത്രങ്ങൾ മോക്ഷപ്രാപ്തിക്കു വേണ്ടി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടി. സത്ലോകത്തിൽ പോകാനായി. ഈ എല്ലാ അസുഖങ്ങളും ഫ്രീ ആയി കബീർ ദേവിന്റെ ദയ കൊണ്ട് ഇല്ലാതായി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഭക്തിയോടുള്ള വിശ്വാസം ഇല്ലാതായേനെ. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടർ. ഇനി ആര് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഞങ്ങളുടെ വീടിന് ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ബന്ദിച്ചോട് കബീർ സാഹിബിന്റെ ഹംസാൽമാക്കളാണ്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എല്ലാം അന്ധവിശ്വാസമെന്ന് കരുതിയതാണ്. എപ്പോഴും ഒന്ന് മാറി ഒന്ന്. ആശുപത്രി ചികിത്സയും ചിലവും കൊണ്ട് വിവശയായപ്പോൾ എന്റെ കണ്ണു തുറന്നു. വാസ്തവത്തിൽ വലയിൽ കുരുങ്ങി. അതുകൊണ്ട് മനസ്സിലായി ഭൂതപ്രേതങ്ങളൊന്നുമില്ല. ഞാൻ വെറുതെ പുലമ്പുകയല്ല, സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വായനക്കാരോടും അപേക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടാനായി, സത്യഭക്തിക്കായി സത്ലോകാശ്രമം ക്രോധയിൽ പരമപൂജ്യ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്നും ഫ്രീ ആയി ഉപദേശം സ്വീകരിച്ച് മനുഷ്യജീവൻ സഫലമാക്കി തീർക്കൂ. പ്രാർത്ഥി ഹെഡ്മാസ്റ്റർ രാംകുമാർ MA B.Ed. മൊബൈൽ നമ്പർ 86 84 86 90 51. കുറച്ചു ഭക്തന്മാരുടെ ആത്മകഥകൾ വായിച്ചല്ലോ. ഇത്തരം ഭക്തന്മാർ ആയിരക്കണക്കിനുണ്ട്. അവരുടെയും ആത്മകഥകൾ എഴുതാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ സ്ഥലമില്ല. എല്ലാവരുടെയും ആത്മകഥ എഴുതാനിരുന്നാൽ അനേകായിരം പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഇത് ഭക്തിയുടെ നേർക്കുള്ള വെറും ചൂണ്ടുപലക മാത്രമാണ്. ഭക്തിയിലുള്ള വ്യത്യാസം. ഭക്തിയിൽ വളരെ വ്യത്യാസമുണ്ട്. ഏത് ദേവീദേവന്മാരെ ഭജിച്ചാലും ഫലം കിട്ടും. പക്ഷെ പാപഫലങ്ങൾ തീരില്ല. അവ അനുഭവിക്കുന്നതിനായി വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. മോക്ഷം കേവലം പൂർണ്ണസന്തിന്റെ അഭയത്തിൽ, അതായത് അദ്ദേഹത്തിൽ നിന്ന് നാമോപദേശം വാങ്ങി പൂർണ്ണ പരമാത്മാവിന്റെ ഭക്തിയിൽ മാത്രമേ ലഭിക്കൂ. അല്ലാതെ മോക്ഷം കിട്ടില്ല. യേ സംസാർ സമജ്ദാ നാംഗി കഹന്ദാ ശ്യാം ദുപഹരേനു ഗരീബ്ദാസ് യേ വക്ത് ജാത് ഹൈ रोवेगो इस पहरेनु